ഇന്നലെ സംസ്ഥാന ഗവൺമെന്റ് വൈദ്യുതി ചാർജ് വൻതോതിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഈ വർഷം മാത്രമല്ല, അടുത്ത വർഷവും സാധാരണക്കാരായ ജനങ്ങളുടെ തലയിൽ വൈദ്യുതി ചാർജ് അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. ഇടതുമുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം 7500 കോടി രൂപയുടെ അധിക ഭാരമാണ് കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. 7500 കോടി രൂപ അധിക ഭാരമായി കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയുമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്ന് വളരെ വില കുറഞ്ഞ നിരക്കിൽ ലഭിച്ചുകൊണ്ടിരുന്ന വൈദ്യുതി കരാറ് ദീർഘകാല കരാറ് റദ്ദാക്കിക്കൊണ്ട് അതിന്റെ ഇരട്ടിയിലധികം തുകയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതാണ് ഈ വൈദ്യുതി ചാർജ് വർധനവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൈദ്യുതി ഉൽപാദന സ്വകാര്യ കമ്പനികളുമായി ചേർന്നുള്ള സർക്കാരിന്റെ കള്ളക്കളിയാണ് ഇതിന്റെ പിന്നിൽ ഉള്ളത് എന്ന് വളരെ വ്യക്തമാണ്. ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്ത് 2016 ഒരു യൂണിറ്റിന് 4 രൂപ 15 പൈസ മുതൽ 4 രൂപ 29 പൈസ വരെ നിരക്കിൽ ദീർഘകാല കരാർ ഒപ്പിട്ടിരുന്നു. ആ ദീർഘകാല കരാറ് റദ്ദാക്കിക്കൊണ്ട് ഇന്ന് യൂണിറ്റിന് 10 രൂപ 25 പൈസ മുതൽ 14 രൂപ 30 പൈസ വരെ നൽകിയാണ് ഇപ്പോൾ കറണ്ട് വാങ്ങുന്നത്. ആരും ചെയ്യാത്ത ഒരു പാതകമാണ് ഈ ഗവൺമെന്റ് ചെയ്തത്. അന്ന് 25 വർഷത്തെ കരാറായിരുന്നു ആര്യാടൻ മുഹമ്മദ് 2016 ഒപ്പിട്ടത്. ഇതിൽ 465 മെഗാവാട്ടിന്റെ 4 കരാറുകളാണ് 2023 സർക്കാർ റദ്ദാക്കിയത്. ജിൻഡാൽ ഇന്ത്യ പവർ 150 മെഗാവാട്ട് 4.29, ജാബുവ 115 മെഗാവാട്ട് 4 രൂപ 15 പൈസ, ജാബുവ 2 100 മെഗാവാട്ട് 4.29, ജിൻഡാൽ തെർമൽ പവർ 100 മെഗാവാട്ട് 4.29, മൊത്തം 465 മെഗാവാട്ട് കുറഞ്ഞ വിലയ്ക്ക് കേരളത്തിന് ലഭ്യമാകുന്ന കരാറായിരുന്നു ആര്യാടൻ മുഹമ്മദ് 2016 വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്ത് ഒപ്പിട്ടത്. നിസ്സാര സാങ്കേതിക കാരണം പറഞ്ഞാണ് റെഗുലേറ്ററി കമ്മീഷൻ ഇത് റദ്ദാക്കിയത്. അപ്പൊ ഗവൺമെന്റ് ചോദിക്കുന്ന റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കിയതാണല്ലോ, ഞങ്ങൾ എന്ത് ചെയ്യും? വൈദ്യുതി മന്ത്രിയായിരുന്ന MM മണിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ വിൽസൺ, CPMന്റെ ഓഫീസർ സംഘടനയുടെ മുൻ ജനറൽ സെക്രട്ടറി പ്രദീപ് എന്നിവരാണ് റെഗുലേറ്ററി കമ്മിറ്റിയിലെ അംഗങ്ങൾ. ആ റെഗുലേറ്ററി കമ്മിറ്റിയിലെ അംഗങ്ങൾ തന്നെയാണ് ഈ തീരുമാനമെടുക്കുന്നത്. ഈ കുറഞ്ഞ വിലയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന വൈദ്യുതി കരാറ് ക്യാൻസൽ ചെയ്ത് ആരിൽ നിന്നാണ് ഈ വൈദ്യുതി വാങ്ങുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതിലെ കള്ളക്കളി വ്യക്തമാക്കുന്നത്. അദാനിയാണ് ഏറ്റവും വലിയ ഗുണഭോക്താവ്. യൂണിറ്റിന് 10 രൂപ 25 പൈസ മുതൽ 14 രൂപ 3 പൈസ വരെ അദാനിയിൽ നിന്ന് 4 കരാറിലൂടെ ഗവൺമെന്റ് വാങ്ങുകയാണ്. 4 രൂപ 29 പൈസയുടെ കരാർ റദ്ദാക്കപ്പെട്ട ജിൻഡാൽ, രസകരമായ കാര്യമാണ്, 9 രൂപ 59 പൈസയ്ക്ക് വൈദ്യുതി നൽകാൻ തയ്യാറായി എന്ന ഹ്രസ്വകാല ടെൻഡറിൽ പങ്കെടുക്കുകയാണ്. എത്ര വിചിത്രമായ കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ കുറഞ്ഞ കരാറ് പ്രകാരം കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി കൊടുത്ത കമ്പനി തന്നെ വൈദ്യുതി കരാർ റദ്ദാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ 9 രൂപ 59 പൈസയ്ക്ക് വൈദ്യുതി കേരളത്തിന് കൊടുക്കുകയാണ്. ഇത് ഈ പിണറായി ഗവൺമെന്റ് കാലത്ത് മാത്രമേ ഇത്രയും വലിയൊരു അഴിമതി നടക്കുകയുള്ളൂ. അതായത് കേരളത്തിന്റെ പവർ പർച്ചേസ് ചിത്രത്തിൽ അദാനിയെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടിയാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചത്. UDF ഗവൺമെന്റ് കാലത്ത് കുറഞ്ഞ വിലയ്ക്കുള്ള കരാറുകൾ റദ്ദാക്കി
എങ്കിൽ മാത്രമേ അദാനിക്ക് ചിത്രത്തിലേക്ക് കടന്നു വരാൻ കഴിയൂ. അപ്പൊ കേരളത്തിന്റെ പവർ പർച്ചേസ് ചിത്രത്തിൽ അദാനിക്ക് കടന്നു വരാൻ വേണ്ടിയാണ് 2016 ആര്യാടൻ മുഹമ്മദിന്റെ കാലത്ത് ഉണ്ടാക്കിയ ദീർഘകാല കരാർ ഇവർ റദ്ദാക്കിയത്. 2040 വരെ കേരളത്തിലെ ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി കിട്ടുമായിരുന്ന ഒരു സംഭവമാണ് ഇവർ അട്ടിമറിച്ചത്. ഇപ്പോൾ അത് മാത്രമല്ല, ഇത് റെഗുലേറ്ററി കമ്മീഷൻ സംസ്ഥാനത്തിന്റെയും ജനങ്ങളുടെയും വിശാല താൽപര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചത്. ഇതിന്റെ പിന്നിൽ CPM ആണ്, ഇതിന്റെ പിന്നിൽ ഇടതുമുന്നണി ഗവൺമെന്റാണ്. ഇന്ന് വൈദ്യുതി ബോർഡിന് പഴയ കരാർ കൊണ്ട് 800 കോടി രൂപയുടെ ലാഭം ഉണ്ടാകുമായിരുന്നു. ഇന്ന് ഈ കേരളം ലോഡ് ഷെഡിങ്ങിലേക്ക് പോകാതിരുന്നത് പോലും ഈ ദീർഘകാല കരാർ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്നതാണ് സത്യം. ഇപ്പോൾ നമ്മൾ പരിശോധിക്കുക, ഈ കരാർ റദ്ദാക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു ദിവസം 10 മുതൽ 12 കോടി രൂപയുടെ നഷ്ടമാണ് ബോർഡിനുണ്ടാകുന്നത്. ഏകദേശം 3200 രൂപയുടെ വൈദ്യുതി അധിക വില കൊടുത്ത് വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ മുഴുവൻ ഭാരവും കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. 2040 വരെ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി കിട്ടുമായിരുന്ന സാഹചര്യം, ആ ബാധ്യതയിൽ നിന്ന് കമ്പനികളെ രക്ഷിക്കാനും അദാനിക്കൊരു എൻട്രി കൊടുക്കാനും വേണ്ടിയിട്ടാണ് കേരള ഗവൺമെന്റ് ബോധപൂർവം ഈ കാര്യം ചെയ്തത് എന്നുള്ളത് വ്യക്തമാണ്. ഇതിലൂടെ 2000 കോടി രൂപയാണ് നേരത്തെ ദീർഘകാല കരാറിൽ ഒപ്പിട്ടിരുന്ന കമ്പനിക്ക് ലാഭമുണ്ടായത്. UDF സർക്കാരിന്റെ കാലത്ത് നടന്നത് അഴിമതിയാണ്, കൊള്ളയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് നിർത്തലാക്കാൻ അല്ലെങ്കിൽ ഇത് റദ്ദാക്കാനുള്ള തീരുമാനം എടുത്തതെങ്കിൽ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. അന്ന് ഈ ദീർഘകാല കരാർ തയ്യാറാക്കിയ ആള് തന്നെയാണ് ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷനിൽ അംഗമായിരിക്കുന്നത്. അദ്ദേഹം എന്താണ് മറുപടി പറയുന്നത്? ഈ കരാർ ഉണ്ടാക്കിയ ഉദ്യോഗസ്ഥൻ തന്നെ റെഗുലേറ്ററി കമ്മീഷനിൽ അംഗമായിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സംഭവിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇന്ത്യയിലെ സ്വകാര്യ വൈദ്യുതി നിർമ്മാണ കമ്പനികൾ കുറഞ്ഞ വിലയ്ക്ക് കേരളത്തിൽ നൽകിയിരുന്ന വൈദ്യുതി റദ്ദാക്കി അതിന്റെ 2 ഇരട്ടി തുകയ്ക്ക് വൈദ്യുതി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയത് ഒരു വൻ അഴിമതിയാണ്. അദാനിയെ പോലെയുള്ള വൻ ഭീമന്മാരെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള ഗവൺമെന്റിന്റെ നീക്കമാണിത്. ഇതിനെതിരായിട്ട് 4/6/2022 മുൻ വൈദ്യുതി ചെയർമാനായിരുന്ന ബോർഡ് ചെയർമാനായിരുന്ന അതിനുശേഷം ചീഫ് സെക്രട്ടറി ആയ പോൾ ആന്റണി ഒരു കത്തയച്ചു. ആ കത്തിൽ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ എല്ലാ രേഖകളുമുണ്ട്. അദ്ദേഹം പറയുന്നു, thus cancelling the present contract of KSEB is likely to result in financial loss to the state. KSEB, major power restrictions, scheduling of unaffordable Kayankulam and diesel stations, rising cost of consumers and derailing KSEB finances in coming years. In view of foregoing, I urge upon the government to kindly revisit the January 2022 decision. പോൾ ആന്റണി ആ കത്ത് വൈദ്യുതി മന്ത്രിക്ക് കൊടുത്തു. വൈദ്യുതി മന്ത്രി ആ കത്ത് പരിശോധിക്കാൻ കൊടുത്തെങ്കിലും അവസാനം ഇത് റദ്ദാക്കുകയാണ് ചെയ്തത്. ഇതിനിടയിൽ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഇത് റീവിസിറ്റ് ചെയ്യണം, പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അത് ജനവികാരം കണക്കിലെടുത്ത് ജനരോഷം താങ്ങാൻ കഴിയാതെ വരുമെന്ന് കണ്ടുകൊണ്ടാണ്. പക്ഷേ അവിടെ റെഗുലേറ്ററി കമ്മീഷനും ഗവൺമെന്റും തമ്മിൽ ഒത്തുകളിച്ച് ഈ കരാർ ക്യാൻസൽ ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഗുരുതരമായ ഒരു സാമ്പത്തിക നഷ്ടം കേരളത്തിലെ KSEBക്കും ഗവൺമെന്റിനും ഉണ്ടാക്കി വെച്ചത് ആരാണ്? എന്നിട്ട് അദാനിയെ പോലെയുള്ള സ്വകാര്യ കമ്പനികൾക്ക് കൊള്ളലാഭം എടുക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. അപ്പോൾ അതിന്റെ ഫലമാണ് ഇപ്പോൾ ഈ അടിച്ചേൽപ്പിക്കുന്ന 7500 കോടി രൂപ നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കരാർ റദ്ദാക്കിയ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് കള്ളക്കളി നടത്തിയിട്ട് അവസാനം കമ്മീഷനെ കൊണ്ട് തന്നെ ഗവൺമെന്റ് ഈ തീരുമാനം അംഗീകരിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ
കെടുകാര്യസ്ഥതയും അഴിമതിയും കൊണ്ട് ഇന്ന് തകർച്ചയിലേക്ക് എത്തിയിരിക്കുന്ന KSEBയെ രക്ഷിക്കാൻ ജനങ്ങളുടെ തലയിൽ കൂടുതൽ കൂടുതൽ ഭാരം അടിച്ചേൽപ്പിക്കുകയാണ് ഈ ഗവൺമെന്റ്. ഇപ്പൊ 16 പൈസയാണ്. 16 പൈസ കൂട്ടുന്നു. അടുത്ത മാസം മുതൽ വീണ്ടും കൂട്ടുകയാണ്. 18 പൈസ അല്ലേ? 12 പൈസ വീണ്ടും കൂട്ടുകയാണ്. അപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ 7500 കോടി രൂപയാണ് കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ ഈ ഗവൺമെന്റ് അടിച്ചേൽപ്പിച്ചത്. ഇത് വന്നതെങ്ങനെ? അദാനിയെ പോലെയുള്ള വൻകിട വൈദ്യുതി ഉൽപാദന കമ്പനികൾക്ക് കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെന്റ് ഇത് ചെയ്യുന്നു. ഇത് തെറ്റാണ്. ഇത് പിൻവലിക്കണം. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും എന്റെ കയ്യിലുണ്ട്. പത്രക്കാർക്ക് പരിശോധിക്കാവുന്നതാണ്. ഇത് ഒരു വലിയ കള്ളക്കളിയും അഴിമതിയുമാണ്. ഇത് കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള ഒരു നീക്കമാണ്. അതുകൊണ്ട് ഈ വൈദ്യുത നിരക്ക് വർധനവിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറണം. എനിക്കൊരാശങ്ക കൂടിയുണ്ട്. വൈദ്യുതി ബോർഡിനെ ഇങ്ങനെ വലിയ തോതിലുള്ള കടക്കണിയിലേക്കാക്കി ഇതിനെ സ്വകാര്യവൽക്കരിക്കാനൊരു നീക്കം കൂടി ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ വൈദ്യുതി ബോർഡ് ഇപ്പോൾ പൂർണ്ണമായൊരു ഗവൺമെന്റ് കമ്പനിയാണ്. ഭാവിയിൽ ഇതിന്റെ ഷെയറുകൾ വിറ്റഴിച്ച് KSEBയെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ തലയിൽ കഴിഞ്ഞ 8 വർഷം കൊണ്ട് 7500 കോടി രൂപ അടിച്ചേൽപ്പിച്ച ഈ ഗവൺമെന്റ് ഈ തീരുമാനം പിൻവലിക്കണം എന്നാണ് എനിക്ക് വ്യക്തമായി സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ ഇന്നലെ 2 ദിവസമായി നമ്മൾ കേരളം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ടത്. സ്മാർട്ട് സിറ്റിയുടെ കരാർ മുഴുവൻ ലംഘിച്ച് പ്രവർത്തിച്ച ടീകോമിന് വെള്ളപൂശുന്ന നടപടിയാണ് വ്യവസായ മന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെ വ്യവസായ മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ രാജീവിന്റെ പ്രസ്താവന വായിച്ചാൽ അദ്ദേഹം ഗവൺമെന്റിന് വേണ്ടിയാണോ സംസാരിക്കുന്നത് അതോ ടീകോമിന് വേണ്ടിയാണോ സംസാരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ടീകോമിനെ പരിപൂർണമായി അദ്ദേഹം ന്യായീകരിക്കുകയാണ്. ടീകോമിനെ ന്യായീകരിക്കുക മാത്രമല്ല, ടീകോമിന് എല്ലാവിധത്തിലുമുള്ള കോമ്പൻസേഷൻ വാങ്ങിക്കൊടുക്കാനുള്ള ഒരു ഇടനിലക്കാരനായി പ്രവർത്തിക്കാൻ അദ്ദേഹം താൽപര്യപ്പെടുന്നു എന്നാണ് അതിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കേണ്ടത്. കേരളത്തിന്റെ വ്യവസായ മന്ത്രി കേരളത്തിന്റെ താൽപര്യമാണ് സംരക്ഷിക്കേണ്ടത്. കഴിഞ്ഞ 13 വർഷമായി ടീകോം എല്ലാ വ്യവസ്ഥകളും ലംഘിച്ചു. കരാറുകളെ കാറ്റിൽ പറത്തി. 90,000 പേർക്ക് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ജോലി കൊടുത്തില്ല. മാത്രമല്ല, ഈ കാര്യക്ഷമമായ ഒരു പ്രവർത്തനവും നടത്തിയില്ല. ഗവൺമെന്റ് ഈ കാര്യത്തിൽ അവർക്ക് നോട്ടീസ് കൊടുത്തില്ല, റിവ്യൂ ചെയ്തില്ല. IT-യുടെ മന്ത്രിയായിരുന്ന മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഒരു അവധാനതയും കാട്ടിയില്ല. അവസാനം ഇപ്പോൾ ഈ ഭൂമി ഏത് സമയത്തും തിരിച്ചെടുക്കാം. അതിന് ക്ലോസുണ്ട്, പാട്ടക്കരാറിൽ വ്യവസ്ഥയുണ്ട്, എഗ്രിമെന്റിൽ വ്യവസ്ഥയുണ്ട്. അതൊന്നും പാലിക്കാതെ ഇപ്പോൾ അവർക്ക് വേണ്ടി എഗ്രിമെന്റിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് ടീകോമിനെ സഹായിക്കാനുള്ള നീക്കത്തിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറണം. ക്യാബിനറ്റ് തീരുമാനം പിൻവലിക്കണം. വ്യവസായ മന്ത്രി ഈ നിലപാട് തിരുത്തണം. കേരള ജനതയുടെ താൽപര്യമല്ല ഇത് ടീകോം എന്ന കമ്പനിയുടെ താൽപര്യം. ഞാൻ ചോദിക്കട്ടെ, UAE-യുമായിട്ടുള്ള കേരളത്തിന്റെ നല്ല ബന്ധം നഷ്ടപ്പെടുമെന്ന് പറയുന്ന ഏത് അടിസ്ഥാനത്തിലാണ്? ഈ കമ്പനി, UAE-യിൽ പ്രവർത്തിക്കുന്ന ഈ കമ്പനി കരാർ ലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കരാർ ലംഘനം ഇന്ത്യയും UAE-യുമായിട്ടുള്ള ബന്ധത്തിൽ തകരാറിലാക്കിയതിന്റെ ഉത്തരവാദിത്വം അവർക്കല്ലേ, അല്ലാണ്ട് നമുക്കല്ലല്ലോ. അത് പറയുന്നതാണോ കുഴപ്പം? കരാർ ലംഘിച്ച ടീകോം കമ്പനി കേരളവും ഇന്ത്യയുമായിട്ടുള്ള നല്ല ബന്ധത്തെ ഓർത്ത് ആ കാര്യങ്ങൾ ചെയ്യേണ്ടതായിരുന്നില്ലേ? ഇപ്പൊ കേരളവും ഇന്ത്യയും UAE-യുമായിട്ടുള്ള നല്ല ബന്ധത്തെ ഇത് ഒരു കാരണവശാലും ബാധിക്കാൻ പോകുന്നില്ല. കരാർ ലംഘനം നടത്തിയ ടീകോം എന്ന് പറയുന്ന കമ്പനിക്കെതിരായി ശക്തമായ നടപടി കരാർ വ്യവസ്ഥകൾ അനുസരിച്ച് സ്വീകരിക്കുകയാണ് വേണ്ടത്. പാട്ടക്കരാറിന്റെ കോപ്പി നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കിട്ടും. ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഏത് സമയത്ത് വേണമെങ്കിലും റദ്ദാക്കാവുന്നതേ ഉള്ളൂ. അത് ചെയ്യാതെ വ്യവസായ മന്ത്രി ടീകോമിനെ സംരക്ഷിക്കാൻ നടത്തുന്ന നടപടി ഒട്ടും ശരിയായില്ല. ബാജു ജോർജിനെ എന്തിനാണ് ഈ കമ്മിറ്റിയിലേക്ക് വെച്ചത്? ഇപ്പൊ പറഞ്ഞ അദ്ദേഹത്തിന് പരിചയമുള്ളതുമാണ്. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ പരിചയമുള്ളത് അച്യുതാനന്ദന്റെ IT സെക്രട്ടറി ആയിരുന്ന ജോസഫ് C. മാത്യു ആണ്. എന്തുകൊണ്ട് അദ്ദേഹത്തെ ഇത് വെച്ചില്ല? അദ്ദേഹമായിരുന്നല്ലോ ഈ ചർച്ചയ്ക്ക് മുഴുവൻ നേതൃത്വം കൊടുത്ത ആളുകളിൽ ഒരാള്, ഗവൺമെന്റിന് വേണ്ടി വാദിച്ച ആള് അദ്ദേഹമായിരുന്നല്ലോ. അദ്ദേഹത്തെ എന്തുകൊണ്ട് ഈ കമ്മിറ്റി വെച്ചില്ല? അപ്പോൾ
ഗവൺമെന്റിനകത്ത് നിക്ഷിപ്ത താൽപര്യമുണ്ട്. ആ നിക്ഷിപ്ത താൽപര്യം അവസാനിപ്പിച്ച് കേരളത്തിലെ ജനങ്ങളുടെ സ്വപ്ന പദ്ധതിയായ ഈ സ്മാർട്ട് സിറ്റിയെ സംരക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.